കാര്യം ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെന്താ ന്യൂ ഇയർ ക്രാഫ്റ്റ് അത് തന്നെ. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞാലോ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ വരുന്നു, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ വരുന്നു, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്രാഫ്റ്റുകൾ. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ജാനുവരി 1 മുന്നെയോ ജാനുവരിയിൽ തന്നെ ഇടണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. മാസം അങ്ങനെ 12 കിടക്കല്ലേ, അതിലെപ്പോഴാണേലും ഇടാമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് കുറച്ച് ലേറ്റായിപ്പോയി, അത് തന്നെ കാര്യം. സംഭവം വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചായെങ്കിലും എഡിറ്റ് ചെയ്ത് പുറത്തെത്തിക്കാനായിട്ട് ഇപ്പോഴും പഴയ പോലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. യൂട്യൂബിൽ തന്നെ ഈ ഒരു സംഭവം പ്രിൻ്റ് എടുത്തിട്ടൊക്കെ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു പ്രിൻ്റ് ഇപ്പോൾ ആർക്കാണെങ്കിലും കിട്ടും, ഇതിൻ്റെ ടെംപ്ലേറ്റ് നമ്മൾ പിൻട്രസ്റ്റിൽ പോയി തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് പ്രിൻ്റ് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ഉള്ളതല്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇതൊന്ന് വരച്ച് കളറടിച്ച് ചെയ്യാമെന്ന്. എന്നിട്ട് ഞാനും ഒന്ന് പ്രിൻ്റ് എടുത്തു കേട്ടോ. ആ ജാനുവരി ഫെബ്രുവരി മാസത്തെ കലണ്ടറൊക്കെ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാണ്, മെനക്കേടാണ്. അത്രയൊന്നും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം ഞാനൊന്ന് പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ആ ഒരു പ്രിൻ്റ് എടുത്തതിൻ്റെ സൈഡ് വഴി അല്ലറ ചില്ലറ മിനുക്ക് പണികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ന്യൂ ഇയർ ക്രാഫ്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വേറൊരു കലണ്ടറിൻ്റെ വീഡിയോയും കൂടെ ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കലണ്ടർ 2025 കഴിഞ്ഞാൽ എന്തായാലും പുറത്തിറക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ വർഷം തന്നെ വരും. ഞാനായതുകൊണ്ട് നിങ്ങൾക്കൊരു 2-3 മാസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡിൻ്റെ വെച്ചിട്ട് ഒരു ചെറിയൊരു ബേസ് സ്റ്റാൻഡ് റെഡിയാക്കാമെന്നാണ് കരുതിയത്. പിന്നെയും മടി വന്നു ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വെക്കുന്ന ഒരു കുഞ്ഞൻ കസേര ഉണ്ടായിരുന്നു. സംഭവം കാണാൻ നല്ല ക്യൂട്ടാണ്, ഇതിൽ വെച്ചപ്പോൾ രസമുണ്ട്. 1 by 1 ആയിട്ട് എടുക്കുമ്പോൾ ആരും ചാടി പോകുന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് തന്നെ അങ്ങ് ഉറപ്പിച്ചു. അപ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം നൈസായിട്ടൊന്ന് പാളിപ്പോയി. ഫ്ലവേഴ്സ് എല്ലാം ഓവർലാപ്പായി പോകുന്നു, ഒരു വേസിലിരിക്കുന്ന എഫക്റ്റ് കിട്ടുന്നില്ല. എൻ്റെ ആ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് വരച്ചത് ശരിയായിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഈ ഫ്ലവർ എല്ലാം കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ബാക്കിലങ്ങ് ഒട്ടിക്കാമെന്ന്. അങ്ങനെ വെച്ചപ്പോൾ വേസിനകത്ത് നല്ല നിറഞ്ഞു പോയിരിക്കണ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. എന്നാലും അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ ഞാനായിട്ട് അതങ്ങ് സഹിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് സ്റ്റഡി ചെയ്യുക. ഫ്ലവർ എവിടെയാണ് വരേണ്ടതെന്നൊക്കെ ഒരു പ്ലാനിങ്ങിൽ വരയ്ക്കുക, കളറടിക്കുക. പിന്നെ ഉണ്ടല്ലോ ഏറ്റവും എളുപ്പപ്പണി പ്രിൻ്റ് എടുക്കൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം നമ്മുടെ മേശമേൽ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അതിൻ്റെ സുഖം വേറെയാണല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.